ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ജനാധിപത്യത്തെക്കാൾ മികച്ച സംവിധാനമില്ലെന്ന് ഗയാന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. മുന്നോട്ട് നീങ്ങാൻ ലോകത്തിന് മുൻപിലുള്ള ഏറ്റവും ശക്തമായ മന്ത്രമാണ് ജനാധിപത്യം. ലോകമെമ്പാടുമുള്ള ഏതൊരു രാജ്യത്തിന്റെയും പ്രതിസന്ധി ഘട്ടത്തിൽ ആദ്യം പ്രതികരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയാണെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ലോകത്തെ സംബന്ധിച്ച ഇത് സംഘർഷത്തിനുള്ള സമയമല്ല, സംഘർഷത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടെത്തി ഇല്ലാതാക്കേണ്ട സമയമാണിതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തീവ്രവാദം, മയക്കുമരുന്ന് കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങി നിരവധി വെല്ലുവിളികൾ ലോകം നേരിടുന്നുണ്ട്. വരും തലമുറകളുടെ നല്ല ഭാവി രൂപപ്പെടുത്തുന്നതിന് നാം എല്ലാവരും ഈ പ്രശ്നങ്ങളെ കൂട്ടായി നേരിടണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. नागरिकों का कोई भी मत पंथ हो, उसका कोई भी बैकग्राउंड हो, डेमोक्रेसी हर नागरिक को उसके अधिकारों की रक्षा की, उसके उज्जवल भविष्य की गारंटी देती है। और हम दोनों देशों ने मिलकर दिखाया है कि डेमोक्रेसी सिर्फ एक कानून नहीं है, सिर्फ एक व्यवस्था. നൈജീരിയ സന്ദർശനത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചത്. തുടർന്ന് ബ്രസീലിൽ 19ാമത് G20 ഉച്ചകോടിയിലും നരേന്ദ്രമോദി പങ്കെടുത്തു. പര്യടനത്തിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഗയാന സന്ദർശനം.